സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതശകശ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ട്വമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്വാദി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. രാജേഷിൻ്റെ സ്ഥിതി അറിഞ്ഞ് സായി ഗ്രാമത്തിൽ എല്ലാ ശനിയും ഞായറും രാജേഷിൻ്റെ വീട്ടിൽ നിന്ന് രാജേഷിനെ ഇവിടെ വിളിച്ചുകൊണ്ട് വരികയും രാജേഷിനെ കമ്പ്യൂട്ടർ പഠിപ്പിക്കുകയും കഴിഞ്ഞ 9 മാസമായിട്ട് രാജേഷ് പഠിച്ച് എല്ലാത്തിനും തയ്യാറായി എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആണ് നമ്മളൊരു കമ്പ്യൂട്ടർ സെൻറ്റർ അവിടെ സ്ഥാപിച്ച് രാജേഷിൻ്റെ വീട്ടിൽ തന്നെ സ്ഥാപിച്ചു കൊടുത്തത്. ഈ ഒരു പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും വീട്ടിലെ കുടുംബാംഗങ്ങളെയും എല്ലാം നല്ല നിലയിൽ നോക്കുവാനും അവർക്ക് വേണ്ട പരിപോഷണം എല്ലാം ചെയ്യുവാനും സാധിച്ചുവെങ്കിൽ അത് ഭഗവാന്റെ ഏറ്റവും വലിയ ഒരു കൃപ ആയിട്ട് നമ്മളെല്ലാവരും കരുതണം. രോഗം തളർത്തിയ 2 കാലുകൾ, പരസഹായമോ ഊന്നുവടിയോ ഇല്ലാതെ പുറത്തിറങ്ങാൻ പോലും പറ്റില്ല രാജേഷിന്. കൽപ്പണിക്കാരനായിരുന്ന രാജേഷിന്റെ വീഴ്ചയോടെ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശകളുമാണ് തകർന്നത്. ലോകത്തിന് തന്നെ മാതൃകയായി തീർന്ന ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റിന്റെ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് രാജേഷിന് ഉപജീവന മാർഗമായി നൽകിയ DTP സെന്റർ. സായി ഗ്രാമത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ ഒരു DTP സെൻറ്റർ രാജേഷിന് വേണ്ടി ഒരുക്കി കൊടുത്തിരിക്കുന്നത്. ഇത് രാജേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. അതിന് DTP ആവശ്യമായിട്ടുള്ള വർക്കുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാകും. അതിന് പുറമെ സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുള്ള മറ്റ് കാര്യങ്ങൾ ഉടനടി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ലഭ്യമാക്കുന്നതിന് വേണ്ടിയും മുൻകൈയെടുക്കും. ജീവിതത്തിന്റെ താളം തെറ്റിച്ച രോഗത്തിന് മുന്നിലേക്ക് കഷ്ടപ്പാടിന്റെ കണ്ണീരൊപ്പാൻ സാന്ത്വനത്തിന്റെ ഒരു ദേവസ്പർശം. സായി സാന്ത്വനം പദ്ധതി നൽകി പുതിയൊരു ജീവിതം. ഇവിടെ രാജേഷ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സായി ഗ്രാമം നോക്കിയത്. രാജേഷ് ഒരു രോഗത്തെ തുടർന്ന് തൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചലനത്തെ പോലും തടസ്സപ്പെടുത്തിയപ്പോൾ ആ അവസ്ഥയിൽ വിഭിന്ന ശേഷിയെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും, എങ്ങനെ രാജേഷിനെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആക്കാൻ പറ്റും. നമ്മളൊക്കെ ഇപ്പോൾ പണ്ട് ഉപയോഗിച്ചിരുന്ന പദം ഡിസേബിൾഡ് എന്നാണ്. അത് വളരെ എളുപ്പമുള്ളൊരു പദമാണ്. ഡിസേബിൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഡിസബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ ഭാരവും അങ്ങോട്ട് മാറ്റിവെക്കായിരുന്നു. ആ പേരിലും മാറ്റം വന്നു. ആ പേരും ഉപയോഗിക്കുന്നത് ശരിയല്ല. ഡിസേബിൾഡ് എന്ന് പറയുന്നൊരു പദം അങ്ങനെ പൂർണ്ണ അർത്ഥത്തിൽ ആരും ഡിസേബിൾഡ് അല്ല. അയാൾക്ക് ചിലപ്പോൾ വേറൊരു തരത്തിൽ ആ കഴിവിനെ ഉപയോഗിക്കാൻ സാധിച്ചേക്കും. അതുകൊണ്ടാണ് ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്നൊരു പദം ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ രാജേഷ് ഡിസേബിൾഡ് ആണ് എന്ന് ഇനി മുതൽ പറയാൻ പറ്റില്ല. സായി ഗ്രാമം ഉച്ചത്തിൽ പറഞ്ഞിരിക്കുന്നു ഹീസ് ഏബിൾഡ്, പക്ഷേ ഡിഫറൻ്റ്ലി ഏബിൾഡ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് DTP ഓപ്പറേഷനിലേക്ക് മാറുന്നു. ഒരു കൽപ്പണി നടത്തിയിരുന്ന ഒരാൾ DTP ഓപ്പറേറ്ററായി ഡിഫറൻ്റ്ലി ഏബിൾഡായി മാറിയിരിക്കുന്നു. സായി ഗ്രാമം ചെയ്തിട്ടുള്ള ഈ പുണ്യത്തിന് എല്ലാ അർത്ഥത്തിലും ഉള്ള അനുഗ്രഹം ലഭിക്കും എന്നുള്ളതാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് രാജേഷിന് തൻ്റെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കൂടി ഈ അവസ്ഥ വിനിയോഗിക്കുന്നു. പൂർണ്ണേന്ദ്രൻ അദ്ദേഹം
എപ്പോൾ ഇവിടെ വരുമ്പോഴും ആ ശബ്ദം കേൾക്കുക എന്നുള്ളത് തന്നെ ഒരു ആനന്ദം നൽകുന്ന കാര്യമാണ്. അദ്ദേഹത്തെയും സ്വയം പര്യാപ്തമാക്കിയ ഈ സായി ട്രസ്റ്റിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. സത്യത്തിൽ ആനന്ദകുമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ഇവിടെ ശ്രീമതി സുഭദ്ര നായരടക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ 1000 പുണ്യങ്ങൾ ലഭിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ഒരു സർക്കാരിനോ അല്ലെങ്കിൽ വേറെ പ്രസ്ഥാനങ്ങൾക്കോ ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് നിങ്ങൾ ഇനിയും ഇത്തരം കാര്യങ്ങളിൽ സജീവ സാന്നിധ്യമായി ഉണ്ടാകണം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ആശംസകളും ഈ ചടങ്ങിന് നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എവിടെയോ കളഞ്ഞു പോയ കൗമാരം ഇന്നെൻ്റെ ഓർമ്മയിൽ തിരയുന്നു, ഇന്നെൻ്റെ ഓർമ്മയിൽ ഞാൻ തിരയുന്നു. ഇലഞ്ഞികൾ പൂക്കുന്ന ഗ്രാമത്തിലോ നിഴലിന്മേൽ നിഴൽ കോർക്കും നഗരത്തിലോ, ഇലഞ്ഞികൾ പൂക്കുന്ന ഗ്രാമത്തിലോ നിഴലിന്മേൽ നിഴൽ കോർക്കും നഗരത്തിലോ, എവിടെയോ